Hello YouTube, this is Dimitri and welcome to the channel. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ നമ്മുടെ കേരളത്തിൽ മോട്ടോർ സൈക്ലിസ്റ്റിനെ ബാധിക്കുന്ന രീതിയിൽ ഒരു സ്കാം നടക്കുന്നുണ്ട്. ആ സ്കാം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ ടയേഴ്സ് റിലേറ്റഡ് ആണ്. അപ്പോൾ ടയർ റിലേറ്റഡ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ചിലർക്കെങ്കിലും മനസ്സിലായി കാണും എന്താണ് അതെന്ന്. സംഭവം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇത് ആദ്യമായിട്ട് വരുന്നത് 2016-15 ആണെന്ന് 16 തോന്നുന്നു ഇത് ഇത്ര പബ്ലിസിറ്റി കയറി വന്നത്. അതായത് ട്രാക്ക് യൂസ്ഡ് ടയേഴ്സ് എന്നും പറഞ്ഞ് 15,000-17,000 വില തൊട്ട് മുകളിലോട്ടുള്ള ടയേഴ്സ് 2,000, 1,500, 2,000, 3,000 വിലയ്ക്ക് കിട്ടുന്ന ഒരു ഏർപ്പാടുണ്ട്. അപ്പോൾ ഈ ട്രാക്ക് യൂസ്ഡ് ടയേഴ്സ് എന്ന് പറഞ്ഞ് വിൽക്കുന്നവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ട്രാക്കിൽ യൂസ് ചെയ്ത്, അതായത് യൂറോപ്പ്, അമേരിക്ക കണക്കുള്ള രാജ്യങ്ങളിൽ ട്രാക്കിൽ യൂസ് ചെയ്ത ടയേഴ്സാണ്, അതാണ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത്. അത് ഇമ്പോർട്ട് ചെയ്താണ് ഇവിടെ വിൽക്കുന്നത് എന്നാണ് പറയുന്നത്. കുറച്ചെങ്കിലും ആൾക്കാർ അത് അതേപോലെ വിശ്വസിച്ച് പോയി വാങ്ങുന്നവരുണ്ട്. അപ്പോൾ ഈ 15,000-ൻ്റെയും 17,000-ൻ്റെയും ഒക്കെ ടയർ 1,500-നും 2,000-നും ഒക്കെ കിട്ടുമ്പോൾ അത് നല്ലൊരു റേറ്റിന് കിട്ടുന്നതാണ്, സേഫറായിരിക്കും എന്നെല്ലാം പറഞ്ഞ് പോയി വാങ്ങുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾ പറ്റിക്കപ്പെടുകയാണ്. ആദ്യം നമ്മൾ ചിന്തിക്കേണ്ട 1-2 കാര്യമുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞ്, മാർക്കറ്റിങ്ങിന് വേണ്ടി എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ ജസ്റ്റ് അത് ബ്ലൈൻഡായിട്ട് വിശ്വസിക്കരുത്. നിങ്ങൾക്കിപ്പോൾ അത് സെർച്ച് ചെയ്യാനായിട്ട്, അതായത് അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാനായിട്ട് ഇൻ്റർനെറ്റ് നിങ്ങളുടെ എല്ലാവർക്കും ആക്സസ് ഉള്ളതാണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അതിനെക്കുറിച്ച് പഠിക്കാനും അതിനെക്കുറിച്ച് നോക്കാനും ഈ പറയുന്ന ക്ലെയിംസ് എല്ലാം ഉള്ളതാണോ അല്ലയോ എന്നറിയാനും ഒരു പാടുമില്ല ഇപ്പോൾ. അപ്പോൾ ഈ ആൾക്കാർ വന്ന് ട്രാക്ക് യൂസ്ഡ് ടയേഴ്സാണ്, അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നതാണ്, ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് റിസർച്ച് ചെയ്ത് നോക്കുക. അല്ലേ പോലും ബ്ലൈൻഡായിട്ട് ചെന്ന് ചാടാൻ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി. ഞാൻ അതിൻ്റെ റീസൺസ് പറഞ്ഞുതരാം. ഒന്ന്, ഈ ട്രാക്ക് യൂസ്ഡ് ടയേഴ്സ് എന്ന് പറഞ്ഞ് വരുന്നതെല്ലാം റോഡ് ലീഗൽ ടയേഴ്സാണ്. അതായത് നമ്മുടെ ട്രാക്കിൽ യൂസ് ചെയ്യുന്ന ടയേഴ്സ് എന്ന് പറയുന്നത്, ഇപ്പം ഓക്കെ എനിക്ക് വേണമെങ്കിലും ട്രാക്കിൽ നമ്മൾ റോഡ്, ഇപ്പോൾ ഈ വണ്ടിയായിട്ട് വേണമെങ്കിലും എനിക്ക് ട്രാക്കിൽ പോകാം. അപ്പോഴത്തേക്ക് ഞാൻ ഒബിയസ്ലി ഇതിൽ കിടക്കുന്ന ടയർ ആയിരിക്കും ട്രാക്കിൽ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. അല്ലാണ്ട് ഈ ട്രാക്കിൽ ഉപയോഗിക്കുന്ന, ട്രാക്കിൽ റേസ് പർപ്പസസിനായിട്ട് ഉപയോഗിക്കുന്ന ടയേഴ്സ് എന്ന് പറയുന്നത് സ്ലിക്സ് എന്ന് പറയും. ഓക്കെ, ട്രാക്ക് സ്ലിക്സ് എന്ന് പറയും. അതായത് നമ്മൾ മോട്ടോ ജിപിയുടെയൊക്കെ വീഡിയോസ് കാണുമ്പോൾ അത് കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു റാപ്പ്, ഒരു തുണി കണക്കൊരു സാധനം കൊണ്ട് ടയർ പൊതിഞ്ഞ് വെച്ച്, അത് പൊതിയുന്ന എന്തെന്ന് വെച്ചാൽ ടയർ പ്രീ ഹീറ്റ് ചെയ്യുന്നതാണ്. ആ ടയേഴ്സിന് ആദ്യമേ ഹീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നല്ല ടെമ്പറേച്ചറിൽ ഹീറ്റ് ആവാൻ വേണം, ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ടയേഴ്സ് ഗ്രിപ്പ് പോലും കിട്ടില്ല. അങ്ങനെയുള്ള ടയേഴ്സാണ് റേസ് സർക്യൂട്ട്സിന് യൂസ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തേത്, ഈ പറയുന്ന വരുന്ന ടയേഴ്സ് എല്ലാം 90% മുകളിൽ ത്രെഡ് ഉള്ളതാണ്. അല്ലേ, നമുക്ക് കടയിൽ ചെന്ന് നോക്കുമ്പോൾ വാങ്ങാൻ ഈ ട്രാക്ക് യൂസ്ഡ് ടയേഴ്സ് എന്ന് പറഞ്ഞ് വിൽക്കുന്ന എല്ലാ ടയറും 90% മുകളിൽ ഗ്രിപ്പുള്ളതാണ്. അതാരാണ് ഈ പറഞ്ഞ കണക്ക് റോഡ് ടയേഴ്സ് എടുത്തിട്ട്, അതായത് ഇപ്പം ഞാൻ ഈ വണ്ടിയായിട്ട് ട്രാക്കിൽ പോകുന്നു, ഒരു റൗണ്ട് ഓടിക്കുന്നു, ഒരു 1, 2, 3 സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ടയർ ഊരിക്കളയും. അതെന്ത് ഊരിക്കളയൊക്കെ പോണത്? ഇപ്പം ശരി, അങ്ങനെ ഏതെങ്കിലും ഒരു 1-2 ഭ്രാന്തന്മാരുണ്ടെന്ന് വിചാരിച്ചു, വേണ്ട, ഒരു 100 ഭ്രാന്തന്മാരുണ്ടെന്ന് വിചാരിച്ചു. ലോകത്ത് മൊത്തത്തിൽ ഒരു 100 ഭ്രാന്തന്മാർ, അതായത് ജസ്റ്റ് ടയർ മേടിക്കുന്നു, ടയർ മാറുന്നു, ട്രാക്കിൽ പോകണു, 2 സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുന്നു, ടയർ ഊരിക്കളയുന്നു. അങ്ങനെയുള്ള ലോകത്തിൽ മൊത്തത്തിൽ 100 ഭ്രാന്തന്മാരുണ്ടെന്ന് തന്നെ വിചാരിച്ചു. അങ്ങനെ 100 പേരുണ്ടെങ്കിൽ അവർ ഒരു വർഷം എത്ര ടയർ മാറും? ഈ 100 പേരും കൂടെ എത്ര, 1000 ടയറോ അത് പോട്ടെ, ഒരു 3000 ടയർ കൂട്ടാം. പക്ഷേ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള ഷോപ്പുകളിൽ 1, 2, 3 ഷോപ്പ് എടുത്താൽ തന്നെ 10,000 ടയേഴ്സ് കാണും. അപ്പോൾ ഈ ട്രാക്ക് യൂസ് ടയേഴ്സ് കേരളത്തിൽ മാത്രമായിട്ട് ഇവർ സോഴ്സ് ചെയ്തുകൊണ്ട് വരികയാണോ? ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ട്രാക്ക് യൂസ്ഡ് ടയേഴ്സ് സോഴ്സ് ചെയ്ത് നിങ്ങൾക്ക് കൊണ്ട് 3,000 രൂപയ്ക്ക് തരുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലുമല്ല. ഇത് കംപ്ലീറ്റ് സ്കാമാണ്. നിങ്ങളിനി ട്രാക്ക് യൂസ്ഡ് ടയേഴ്സ് എന്ന് പറഞ്ഞ് ആരെങ്കിലും എടുക്കാൻ പോകുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ടയേഴ്സ് അല്ലാണ്ട് എടുക്കാൻ പോകുമ്പോൾ ട്രാക്ക് യൂസ് ടയേഴ്സ് എന്ന് പറഞ്ഞ് അവർ പറയുകയാണെങ്കിൽ വെറുതെയെങ്കിലും ആ ടയർ വാങ്ങിയിട്ട് അതിൻ്റെ അകത്തെ മാനുഫാക്ചറിങ് ഡേറ്റ് ഒന്ന് നോക്കുക. എല്ലാ ടയറിലും അതിന് DOT എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏത് ഇയറിലാണ് മാനുഫാക്ചർ ചെയ്തേക്കുന്നത്, ആ ഇയറിൽ ഏത് ആഴ്ചയിലാണ് മാനുഫാക്ചർ ചെയ്തേക്കുന്നത് എന്നുള്ള ഒരു കോഡ് അതിൻ്റെ അകത്തുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ടയർ ഏത് വർഷമാണ് മാനുഫാക്ചർ ചെയ്തേക്കുന്നതെന്ന്. ഒട്ടുമിക്ക എല്ലാ കമ്പനികളും പറയുന്നത് 5 year to 7 years ആണ് ടയേഴ്സിൻ്റെ ഷെൽഫ് ലൈഫ് പോലും. ഷെൽഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ വാങ്ങി അലമാര വെച്ചിരുന്നാലും ശരി, 5 വർഷം 6 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ആ ടയേഴ്സ് കംപ്ലീറ്റ്ലി വേസ്റ്റ് ആവും. അതായത് ആ ടയറിൽ ഉപയോഗിച്ചേക്കുന്ന റബ്ബറിൻ്റെ കംപ്ലീറ്റ് പ്രോപ്പർട്ടീസ് മാറും.
മാനുഫാക്ചർ ഉദ്ദേശിക്കുന്ന പ്രോപ്പർട്ടീസ് ഒന്നും ആയിരിക്കില്ല വരുന്നത്. ഇത് നിങ്ങൾ ചിലരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതായത് ചില വണ്ടിയൊക്കെ കീറ്റി വെച്ചിട്ട് പോകും. 1-2 വർഷം കഴിയുമ്പോഴത്തേക്ക് ആ വണ്ടിയുടെ ടയറിൻ്റെ സൈഡ് വാളിൽ ക്രാക്കുകൾ വരുന്നത് കാണാൻ പറ്റും. അത് ഇരുന്ന് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് റബ്ബറിൻ്റെ അകത്തുള്ള ഓയിൽ കോമ്പൗണ്ട്സ് എല്ലാം നഷ്ടപ്പെടുന്നതാണ്. റബ്ബറിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം പോണതാണ്. ഒട്ടുമിക്ക മെജോറിറ്റി കമ്പനീസ് എല്ലാം തന്നെ പറയുന്നത് 5 years or 7 years ആണ് ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത്. ഷെൽഫ് ലൈഫ് പോലും നമ്മളിപ്പോൾ അത് യൂസ് ചെയ്യാനായിട്ട് റോഡിൽ ഇറക്കി കഴിഞ്ഞാൽ അത് വീണ്ടും കുറയും. കാരണം UV എക്സ്പോഷർ വരുന്നുണ്ട്. UV എക്സ്പോഷർ എല്ലാം വരുമ്പോൾ ടയറിൻ്റെ ലൈഫ് നല്ല രീതിയിൽ കുറയും. നമ്മളിപ്പോൾ അപ്പോൾ ഈ ഓടിച്ചോ ഇല്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. UV എക്സ്പോഷർ വന്നതിന് ടയറിൻ്റെ റബ്ബറിൻ്റെ ക്വാളിറ്റിയും എല്ലാം മാറും. അപ്പോൾ ഈ നമ്മുടെ ട്രാക്ക് യൂസ്ഡ് ടയേഴ്സ് എന്ന് പറഞ്ഞ് വരുന്നതിൽ നല്ലൊരു ശതമാനവും മാനുഫാക്ചറർ റെക്കമെൻഡഡ് ആയിട്ടുള്ള എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ടയേഴ്സാണ്. ഇത് ഫോറിൻ കൺട്രീസിൽ വിൽക്കാൻ അവർക്ക് പറ്റില്ല. അത് വിറ്റ് കഴിഞ്ഞാൽ അതിന് വേറെ കോൺസിക്വൻസസ് ഒക്കെ ഉണ്ട്. ഒന്നുകിൽ അതായിരിക്കണം ഈ വരുന്നത്. അതുകൊണ്ടാണ് അതവിടെ വെറുതെ ആക്രി വിലയ്ക്ക് കളയുന്ന സാധനം എല്ലാം കൂടെ വാരിക്കൊണ്ടുവന്ന് ഇവിടെ നിങ്ങൾക്ക് അടിച്ചേൽപ്പിക്കുകയാണ്. അതിൻ്റെ അകത്ത് ഇനിയിപ്പോൾ ടയർ എടുക്കാൻ പോകുമ്പോൾ ഒരു ഇയർ ഒന്ന് ചെക്ക് ചെയ്യുക, ഏത് ഇയറിലാണ് മാനുഫാക്ചറിങ് എന്ന്. അത് എനിക്ക് ഉറപ്പാണ്. എങ്ങനെ പോയൊരു 6-7-8 വർഷത്തിന് മുന്നോട്ടുള്ള മാനുഫാക്ചറിങ് ഡേറ്റ്സ് തന്നെ ആയിരിക്കും. പിന്നുള്ളൊരു സാധ്യത എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഞാൻ ഈ ട്രാക്ക് യൂസ്ഡ് ടയർ എന്ന് പറയുന്ന ടയർ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ആദ്യം വിചാരിച്ചത് നമ്മുടെ ഈ ലോറിക്കും ബസ്സിനൊക്കെ ചെയ്യില്ലേ, കട്ട ചെയ്യുമല്ലോ, അതേ കണക്ക് കട്ട ചെയ്തതെന്ന് പറയുന്ന റബ്ബർ ഒട്ടിച്ച് ഗ്രിപ്പാക്കി എടുക്കുന്നത് അതാണെന്നാണ് കരുതിയത്. പക്ഷേ അല്ല. അത് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അങ്ങനെ, അതായത് വീണ്ടും അത് ത്രെഡ് ചെയ്തെടുത്തേക്കുന്നത്, കട്ട ചെയ്തെടുത്തേക്കുന്നതാണെങ്കിൽ നമുക്ക് ആ സൈഡ് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇതങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ ഉള്ള സാധ്യത എന്ന് പറയുന്നത് ആ ടയറിൽ വരച്ചേക്കുന്നതാണ്. അതായത് ഇപ്പം നമ്മുടെ ഒരു പാറ്റേൺ തേഞ്ഞ് തീരുമല്ലോ, ആ പാറ്റേൺ തേഞ്ഞ് തീർന്നാലും നമ്മളെ എല്ലാ ടയറിലും അതിന് താഴോട്ട് വീണ്ടും റബ്ബറുണ്ടല്ലോ. അപ്പോൾ ഇവർ ചെയ്യുന്നത് ആ ഗ്രിപ്പ് തേഞ്ഞ് തീർന്നതിൻ്റെ അകത്ത് ആരെങ്കിലും ഉപയോഗിച്ച് കളഞ്ഞതെടുത്തിട്ട് ടയർ എടുത്തിട്ട് അത് വീണ്ടും വരച്ചെടുക്കുന്നതാണ്, ആ ഡെപ്ത് കൂട്ടിയെടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ പറയാൻ പോണത് എന്താ, ഞാൻ ആ ഒരു ടയർ കണ്ടിട്ടുണ്ട്, അതിൻ്റെ അകത്ത് വരച്ച പെർഫെക്ഷനൊന്നും അല്ല, വരച്ച് കഴിഞ്ഞാൽ വിറക്കില്ലേ, വളവ് വരില്ലേ എന്നൊക്കെ. ഒരിക്കലും അവർ കൈ കൊണ്ട് വരയ്ക്കുന്നതായിരിക്കില്ല അത്. ഇപ്പോൾ ഈ കംപ്ലീറ്റ്ലി നമുക്ക് ലേസർ കട്ടിങ്ങും CNC മെഷീൻസും എല്ലാം അവൈലബിൾ ആയിട്ടുള്ള സമയത്ത് ഒരിക്കലും ഒരു ടയറിൻ്റെ ഡെപ്ത് വരച്ചെടുക്കാനെന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമില്ല. അതിൻ്റേതായിട്ടുള്ള ഡിസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു CNC മെഷീനിലോ അല്ലെങ്കിൽ ലേസർ കട്ടിങ് മെഷീനിലോ അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുന്നതാവാനാണ് സാധ്യത. അങ്ങനെ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്നറിയോ, ഈ ടയറിൻ്റെ അകത്തുള്ള മെറ്റീരിയലിൻ്റെ ഡെപ്തിലോട്ടാണ് ഈ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്, അതായത് ഇവർ ഡിസൈൻ ചെയ്തേക്കുന്നത് താഴ്ച പോണത്. അപ്പോൾ സേഫ്റ്റി നല്ല രീതിയിൽ കുറയും. നമ്മൾ ഈ ട്രാക്ക് ടയേഴ്സ് വാങ്ങിയിടുന്ന ആരും തന്നെ 50-ലോ 60-ലോ ഒന്നും പോണവരല്ല. എല്ലാം 100+ എല്ലാം ഒക്കേഷണലി ക്രൂസ് ചെയ്യുന്നവരായിരിക്കും. അതൊന്നും തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ ടയർ വാങ്ങിയിടുന്നതിൻ്റെ അകത്ത് ഈ ട്രാക്ക് യൂസ്ഡ് ടയർ എന്ന് പറഞ്ഞ് വാങ്ങിയിടുന്നതിൽ ഉള്ള കമ്പനി തന്നേക്കുന്ന ടയറിൻ്റെ വിട്ടും കഴിഞ്ഞ് പിന്നെ അതിൻ്റെ അകത്ത് നിന്ന് വീണ്ടും തോണ്ടിത്താത്ത് അത് എന്ത് ഡേഞ്ചറാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അത് നിങ്ങളെ ലൈഫിനെ മാത്രമല്ല റോട്ടിൽ ബാക്കിയുള്ളവരുടെ ലൈഫിനെ കൂടെ റിസ്കിലോട്ടാക്കുന്ന ഒരു പരിപാടിയാണ് ഈ ട്രാക്ക് യൂസ്ഡ് ടയേഴ്സ് എന്ന് പറഞ്ഞ് വരുന്ന സാധനം വാങ്ങിയിടുന്നത്. ചെയ്യരുത് അത്. ഇപ്പം 2000 രൂപയ്ക്കും 3000 രൂപയ്ക്കും ട്രാക്ക് യൂസ്ഡ് ടയേഴ്സ് കിട്ടുമെന്നാണ് പറയുന്നത്. അതിൽ നിന്ന് ഒരു 10-20 ഇരട്ടിയെങ്കിലും സേഫായിരിക്കും നിങ്ങൾ 3000 രൂപയ്ക്ക് അപ്പോളോയുടെയോ MRFൻ്റെയോ സിയറ്റിൻ്റെ ടയേഴ്സ് വാങ്ങിയിട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ കിട്ടുന്ന പുതിയ ടയേഴ്സ് വാങ്ങിയിട്. അത് സേഫായിരിക്കും. എൻ്റെ കോൺസെപ്റ്റ് ഇതാണ്. നമ്മൾ വണ്ടിയിൽ പല സ്പീഡ്സിൽ പോണവരാണ്, നല്ല സ്പീഡിൽ പോണവരൊക്കെയാണ്. ഒട്ടുമിക്ക എല്ലാവരും നല്ല സ്പീഡിലൊക്കെ പോണവരാണ്. അപ്പോൾ നമുക്ക് റോഡുമായിട്ടുള്ള ഭൂമിയായിട്ടുള്ള ഏക കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് ടയേഴ്സാണ് അല്ലേ. അപ്പോൾ ഒരിക്കലും ആ ടയേഴ്സിൽ നക്കിത്തരം കാണിക്കാനോ ചീപ്പ് ഔട്ട് ചെയ്യാനോ പാടില്ല. നല്ല ടയേഴ്സ്, നിങ്ങളെ കൊണ്ട് പറ്റുന്ന നല്ല ടയേഴ്സ് തന്നെ വാങ്ങിയിടുക. ട്രാക്ക് യൂസ്ഡ് ടയേഴ്സ് എന്ന് പറഞ്ഞ് വരുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞ് വാങ്ങിയിടുന്നവരുണ്ട്. പക്ഷെ അല്ല, അത് ഒരിക്കലും നല്ലതല്ല. പിന്നെ അതേ കണക്ക് നിങ്ങൾ ഇപ്പോൾ ട്രാക്ക് യൂസ്ഡ് ടയേഴ്സ് ഇട്ടേ പറ്റുള്ളൂ എന്ന അത്രയ്ക്ക് ആഗ്രഹമാണ് എന്നുണ്ടെങ്കിൽ ഒരു സേഫ്റ്റി ടിപ്പ് കണക്ക് പറഞ്ഞാൽ ഞാൻ തരാം. ഈ വരുന്ന ടയേഴ്സ് എല്ലാം ട്യൂബ്ലെസ് ടയേഴ്സ് ആണല്ലോ. മിക്കവരും അത് ഇടുന്നത് ട്യൂബ്ലെസ് ആയിട്ടുമായിരിക്കും. അത് നിങ്ങൾക്കത് ഇട്ടേ പറ്റുള്ളൂ എന്ന് അത്ര വാശിയാണ് എന്നുണ്ടെങ്കിൽ ട്യൂബ് ഇട്ടിടുക. ട്യൂബ് ആക്കിയതിന് ശേഷം, ട്യൂബ് ഇട്ടതിന് ശേഷം റിമ്മിൽ അല്ലെങ്കിൽ അലോയ്സിൽ ട്യൂബ് ഇട്ടതിന് ശേഷം ഇടുക. അല്ലെങ്കിൽ അതിൻ്റെ ഗുണമെന്ന് പറയുമ്പോഴത്തേക്ക് ബ്ലോ ഔട്ടുകൾ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ ഈ 90-ലും 100-ലൊക്കെ പോകുമ്പോൾ ബാക്ക് ടയർ വെടികെട്ടാനുള്ള അവസ്ഥ ചിന്തിച്ചിട്ടുണ്ടാവും.
ഫ്രണ്ട് ടയർ വെടിയേറ്റുള്ള അവസ്ഥ ചിന്തിച്ചിട്ടുണ്ട്, ഒരു സുഖവും കാണില്ല. അപ്പോൾ അതെങ്കിലും പ്രിവെൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ട്രാക്ക് യൂസ്ഡ് ടയേഴ്സ് അതിൻ്റെ ലുക്ക് കണ്ടിട്ട് അതേ ഇടാൻ പറ്റുള്ളൂ, അത് ഇട്ടാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ട്യൂബ് ഇട്ടെങ്കിലും ഇടും. അപ്പോൾ ഗൈസ്, അതൊക്കെയാണ് ഇന്നത്തെ ടോപ്പിക്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ give me a like and please do subscribe. Thank you.